നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ മണ്ഡലത്തിന്റെ MLA യും നമ്മുടെ കേരളത്തിന്റെ ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. +2 SSLCക്ക് മാർക്ക് വാങ്ങിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഉയർന്ന മാർക്കുകൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങൾ ഉയർന്നു വരുവാൻ കഴിയണം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നന്നായി ഹൃദയസ്ഥമാക്കുന്നതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇപ്പൊ എല്ലാവർക്കും ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകാൻ കഴിയില്ലെങ്കിലും വിവിധ മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല മനുഷ്യസ്നേഹികളായി സമൂഹത്തെ തിരിച്ചറിയുന്ന, സംസ്കാരത്തെ തിരിച്ചറിയുന്ന, കേരളത്തെ തിരിച്ചറിയുന്ന, പൈതൃകത്തെ കാത്തുസൂക്ഷിക്കുന്ന, ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന നല്ല ആളുകളായി, നല്ല വ്യക്തിത്വങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. ഇവിടെ നൽകുന്ന ഓരോ ആദരവുകളും നമ്മുടെ ജീവിതത്തിൽ വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഓർമ്മകളാണ്. ഓരോ ആദരവുകൾക്ക് ഓരോ ബഹുമാനവും കാഴ്ചപ്പാടും കടപ്പാടുകളുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആദരവുകൾ ഏറ്റുവാങ്ങുന്ന കുഞ്ഞുങ്ങൾ ഈ നാടിന്റെ ഉയരങ്ങളിലെത്തുവാൻ നല്ല മനുഷ്യ സ്നേഹികളായി, മനുഷ്യരായി, മണ്ണിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, സമൂഹത്തെ അംഗീകരിക്കുന്ന കുവൈറ്റ് തീപിടുത്തത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള 59 പേരാണ് മരണപ്പെട്ടത്. അതിൽ 54 പേർ ഇന്ത്യയിലുള്ളവരാണ്, മറ്റുള്ളവർ ഇതര രാജ്യങ്ങളിലുള്ളവരാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് മലയാളികളാണ്. ആ മലയാളികൾ ഒന്നും രണ്ടുമല്ല, 24 പേരുണ്ട്. ആ 24 പേരിൽ 23 പേരുടെയും മൃതദേഹം ഇന്ന് 10 മണിക്ക് എറണാകുളത്ത് എയർപോർട്ടിൽ എത്തുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുവാൻ പോവുകയാണ്. ഏകദേശം ഉച്ചയ്ക്ക് 1-1:30 മണിയോടുകൂടി അത് ഇവിടെ എത്തും. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് 4 മലയാളികളാണ് മരണപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മരണപ്പെട്ട ജില്ല പത്തനംതിട്ട ജില്ലയാണ്. അത്യധികം സമ്മോഹനമായി സംഘടിപ്പിച്ച ഈ മനോഹരമായ സമ്മേളനത്തിൽ ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളുടെ വലിയ വിജയത്തിൻ്റെ മുന്നിൽ ഏറ്റവും വിനയാന്വിതമായി നിൽക്കുന്നതിൽ അമ്മയെന്ന നിലയിലും ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. എനിക്ക് ഏറെ പ്രകീർത്തിക്കുവാനുള്ളത്, ഏത് പ്രതിസന്ധിയിലും ഈ കുഞ്ഞുങ്ങളെ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരുവാൻ പാടുപെട്ട നമ്മുടെ മാതാപിതാക്കളെയാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാട് പെടുമ്പോഴും കുഞ്ഞുങ്ങൾക്കായി സർവസ്വവും സമർപ്പിക്കുവാൻ അവർക്കായി എടുക്കുന്ന നിലപാടുകൾ വെറും കഷ്ടപ്പാടുകൾ അല്ല. ആ കഷ്ടപ്പാടുകളിലും ഞങ്ങൾക്ക് ചില നിലപാടുകൾ ഉണ്ട് എന്ന് ഹൃദയത്തിൽ പ്രതിജ്ഞ ചെയ്ത അച്ഛനമ്മമാരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ഈ വിജയം സമ്മാനിച്ച എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ മക്കളെ വളർത്തിയ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, നിങ്ങൾ കൊണ്ട വെയിലാണ്. അവർ ഇപ്പോൾ അനുഭവിക്കുന്ന തണൽ പലരും മറന്നു പോകുന്നു എന്നതാണ്. നമ്മുടെ ശാപം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ ഉൾപ്പെടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അമ്മമാരും അച്ഛന്മാരും അനാഥമാകുന്നത്. അതൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ എന്നൊരു പ്രാർത്ഥനയെ ഇപ്പോൾ ഉള്ളൂ. വിജയത്തിൻ്റെ ഔന്നത്യത്തിലാണ് നമ്മുടെ കുട്ടികൾ എല്ലാം. അവരെ ഈ വിജയ സോപാനത്തിലേക്ക് എത്തിക്കുവാൻ കഷ്ടപ്പെട്ട അധ്യാപകരെയും അവരുടെ കൂടി ആണ് ഈ വിജയം. അധ്യാപകർ ഒരർത്ഥത്തിൽ നമുക്കറിയാം, അവർ മൈൽ സ്റ്റോണുകളാണ്. ഇത്ര ദൂരം ഇനിയും പോകുവാനുണ്ട് എന്ന് വഴി കാണിച്ചു കൊടുക്കുന്നവർ. ആ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നവരെങ്കിലും കുട്ടികൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ അവരുടേതായിട്ടുള്ള പ്രതിഭ കൊണ്ടുകൂടി മിന്നി തിളങ്ങിയവരാണ്.
ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളും ഗുരുനാഥന്മാരും അവരുടെ വിജയത്തിൽ അഭിനന്ദിക്കുന്നു എങ്കിലും ഈ കുഞ്ഞുങ്ങൾ വലിയ പ്രതിഭയുള്ളത് കൊണ്ട് കൂടിയാണ് ഈ വിജയം നേടിയത് എന്നുള്ളത് നമുക്കറിയാം. കുഞ്ഞുങ്ങളെ കുറിച്ച് അശ്വിൻ കൃഷ്ണായു, അശ്വിൻ എസ് കുമാർ, അശ്വിൻ എസ് കുമാർ, മക്കളെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് നാളത്തെ ഭാവിയുടെ വാഗ്ദാനം. ഇന്ന് നിങ്ങൾക്ക് ഈ കിട്ടിയേക്കുന്ന ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഈവൻ്റായി തന്നെ മാറട്ടെ. എന്നും നിങ്ങളുടെയൊക്കെ കലാകാരികളിൽ ഇതൊരു എന്താ പറയുക, ഒരു ഫലകമായിട്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ